ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പായസമാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചവ്വരി ഇടാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് 1 മണിക്കൂർ കുതിർക്കാൻ വെക്കാം. അടുത്തതായി വേറൊരു ബൗളിലേക്ക് നമുക്കൊരു 400 ഗ്രാം ക്യാരറ്റ് എടുക്കാം. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു അളവിൽ വേണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് ചെറുതായി പോകാൻ പാടില്ല. ഇതിലേക്ക് ചേർക്കാനുള്ള ശർക്കര പാനി തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് 300 ഗ്രാം ശർക്കര ചേർക്കാം. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ശർക്കര എല്ലാം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് അലിയിച്ചെടുക്കാം. ശർക്കരയെല്ലാം ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച ചവ്വരി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം പാടില്ല. അതുകൊണ്ട് നല്ല രീതിക്കൊന്ന് അരിച്ച് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി പായസം തയ്യാറാക്കിയെടുക്കാനുള്ള പാൻ നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യിലേക്ക് നമുക്ക് ബദാമും അണ്ടിപ്പരിപ്പും എല്ലാം ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. മുന്തിരി ഇഷ്ടമുള്ളവർക്ക് അതും ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പാനിലേക്ക് നമുക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പാല് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാർന്ന് വെച്ചിരുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ചതുകൊണ്ട് 5 മിനിറ്റിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. നമ്മുടെ ഈ ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാം. നമ്മുടെ ചവ്വരിയെല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു കണ്ണാടി രൂപത്തിൽ നമുക്ക് നമ്മുടെ ചവ്വരി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നെയ്യിൽ വാട്ടി വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഒരു 3-4 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് നമ്മുടെ പായസം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ്. നമ്മുടെ ഈ പായസം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ പായസം തേങ്ങാപ്പാലിലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഈ പശുവും പാലിൽ ചെയ്യുന്നത് കൊണ്ടാണ് ചൂടാറിയതിന് ശേഷം ശർക്കര പാനി ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രുചികരമായിട്ടുള്ള ക്യാരറ്റ് പായസം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇഫ്താറിനും അതുപോലെയുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.